കല്യാണം കഴിക്കാന്നുള്ള ഡിസിഷൻ ആദ്യം പറയുന്ന അവളാണ്. അപ്പൊ ആ സമയത്തും ഒരിടത്ത് എത്തിയിട്ടില്ല. അപ്പോഴും ഈ പറഞ്ഞ പോലെ അങ്ങും ഇല്ല എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് പുള്ളിക്കാരി പറഞ്ഞത്, എന്തായാലും നമ്മൾ ഇത്രയും നാളെ 2017 അറിയാം, നമുക്ക് കല്യാണം കഴിക്കാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചത് കല്യാണം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ വരുമാനം പരിപാടികളൊന്നും ഇല്ല ഇപ്പോഴും. കിട്ടിയാ കിട്ടി, പോയാൽ പോയി എന്നുള്ള. ചിലപ്പോൾ ചെറിയ ആഡ് ഫിലിം വരും, ചിലപ്പോൾ ഷോർട്ട് ഫിലിം വരും, ഇതൊക്കെ ഉള്ളൂ, വേറെ ഒരു പരിപാടിയില്ല. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു നോക്കാം, എന്തെങ്കിലുമൊക്കെ ഞാൻ എന്തെങ്കിലും കൊച്ചിയിൽ വന്നിട്ട് ഞാൻ എന്തെങ്കിലും ജോബിന് പോവാം, ചെറിയ ജോലി ആയാലും കുഴപ്പമില്ല. പിന്നെ ആ സമയത്ത് ഒരുപാട് ചെറിയ ചെറിയ വർക്കുകൾ വരുമായിരുന്നു. അപ്പൊ നമുക്ക് താല്പര്യമില്ലാത്ത വർക്കുകളാണ്, പക്ഷെ പൈസ കിട്ടും. അങ്ങനത്തെ വർക്കുകൾ അതൊന്നും ചെയ്യേണ്ടെന്ന് പുള്ളിക്കാരി എന്നോട് പറഞ്ഞു. വേണ്ട, ഇഷ്ടമുള്ള പരിപാടി ചെയ്താൽ മതി. ഞാൻ പലപ്പോഴും അങ്ങനത്തെ വർക്കുകളിലോട്ട് ചാടിയാലോ, കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരി. ജോലി ചെയ്തോളാന്ന് പറഞ്ഞു പുള്ളിക്കാരി, ആ ഒരു ഫ്ലോയിൽ പറഞ്ഞാണ് എന്തെങ്കിലും ചെയ്തോളാന്നുള്ളത്. അപ്പൊ ആ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ പ്രേമലു സംഭവിച്ചപ്പോഴും നമ്മൾ ഭയങ്കര ന്യൂട്രലായിരുന്നു. മറ്റേ തുള്ളിച്ചാടൽ എന്നുള്ള അവസ്ഥ അല്ലാണ്ട് പുള്ളിക്കാരി പറയുമായിരുന്നു, അത് നമ്മൾ എപ്പോഴായാലും കിട്ടേണ്ട ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓവർ ആയിട്ടുള്ള ഒരു ജോലി ഇല്ല, ലൈറ്റ് ആയിട്ട് എടുത്താൽ മതി എന്നുള്ള രീതിയിൽ അതിപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പോകുന്നത് ലൈഫിൽ മൊത്തത്തിൽ. സംഗീതനെ കാണുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യമാണ്, നമ്മളൊരു ഇന്റർവ്യൂ എഡിറ്റ് ചെയ്യാൻ തന്നെ ഒരു 20 മിനിറ്റ് ഇന്റർവ്യൂ എഡിറ്റ് ചെയ്യാൻ 2 ദിവസമൊക്കെ ഇരിക്കുന്നത്. അപ്പൊ എങ്ങനെയാ ഈ എഡിറ്റിംഗ്, ഈ സിനിമയുടെ എഡിറ്റിംഗ് ഒക്കെ എത്ര ദിവസം എടുത്താ ചെയ്യുന്നത്? നമ്മുടെ മാനസികാവസ്ഥ പരിഗണിച്ചാണോ എഡിറ്റിംഗ് നടക്കുക? എങ്ങനെയാണ് സംഭവം എന്നുള്ളത്? മാനസിക നിലയൊന്നും ഒരിക്കലും പരിഗണിക്കില്ല. ഇല്ലല്ലേ? മാനസിക നില അതിലൂടെ തകരുന്നുള്ളതല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇതുപോലെ തന്നെ ആ സിനിമ, എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമ ലിറ്ററലി ഒരു 2 വർഷം എഡിറ്റ് ചെയ്തിട്ടുണ്ട്. 2 വർഷത്തിൽ തന്നെ ദിവസങ്ങൾ എണ്ണിയാൽ തന്നെ എന്തായാലും ഒരു കൊല്ലത്തിനടുത്ത് ഫുൾ ഡേയ്സ് വെച്ച് നോക്കിയാലും എഡിറ്റ് ചെയ്തിട്ടുണ്ടാവും. അത്രയും വേർഷൻസ് ഒക്കെ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണിത്.